PCODയും PCOS ഒന്നാണോ? മെൻസ് ഇഷ്യൂസ് ആയിട്ട് വരുന്ന ഒരു 80% പേഷ്യൻസിനുള്ള ഡൗട്ടാണ് എനിക്ക് PCOD ആണോ PCOS ആണോ എന്നുള്ളത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ വാങ്ങും. PCOD എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഏജുള്ള സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന വളരെ ഈസി ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോർമോണൽ ഇഷ്യൂ ആണ്. നോർമലി ഒരു ഹെൽത്തി ആയിട്ടുള്ള പെൺകുട്ടിയുടെ ഓവറി അഥവാ അണ്ടാശയത്തിൽ കുറേ ഫോളിക്കിൾസ് ഉണ്ടാവും. എല്ലാ മാസവും അതിൽ ഡോമിനന്റ് ആയി നിൽക്കുന്ന ഫോളിക്കിൾ മെച്ചർ ആവുകയും ഒരു എഗ് റിലീസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇംപ്രോപ്പർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവർക്കും മോശം ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഓഫ് PCOD ഉള്ളവരിലും പലതരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഫോളിക്കിൾസ് മെച്ചർ ആവുന്നതിന് മുന്നേ തന്നെ എഗ് റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്യുന്ന എഗ്ഗുകൾ ഓവറിൽ തന്നെ സസ്റ്റെയിൻ ആവുകയും പിന്നെ ഗ്രാജുവലി ഒരു സിസ്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും. എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് നോക്കാം. ഇറഗുലർ ഓർ ഹെവി മെൻസ്ട്രുവേഷൻ, ഹെയർ തിന്നിങ്, മൈൽഡ് ആക്നെ, മോഡറേറ്റ് വെയിറ്റ് ഗെയിൻ. ഇനി എന്താണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം? PCOS എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എൻഡോക്രൈൻ മെറ്റബോളിക് ഡിസോർഡർ ആണ്. PCODയിൽ നമ്മൾ ഓവറീസ് മാത്രമായിരുന്നു അഫക്റ്റഡ് ആയിരുന്നെങ്കിൽ ഇതിൽ നമ്മുടെ ബോഡി മൊത്തത്തിൽ അഫക്റ്റ് ആവും. ഒരു ഹെൽത്തി ആയിട്ടുള്ള പെൺകുട്ടിയുടെ പീരിയഡ്സും റീപ്രൊഡക്റ്റീവ് സൈക്കിളും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഓവേറിയൻ ആക്സിസ് അഥവാ HPO ആക്സിസ് ആണ്. ജനറ്റിക്സും പുവർ ലൈഫ് സ്റ്റൈലും കാരണം HPO ആക്സിസ് തകരാറിലാവുകയും അതേപോലെ തന്നെ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ബ്ലഡിൽ ഇൻസുലിൻ്റെ അളവ് കൂടുകയും ഓവറീസ് അമിതമായിട്ട് മെയിൽ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻസിന്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും ചെയ്യും. അങ്ങനെ PCODയിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ഫോളിക്കിൾസ് മെച്ചൂർ ആവുന്നതിന് മുന്നേ എക്സ് റിലീസ് ആവുകയും മൾട്ടിപ്പിൾ സിസ്റ്റുകൾ ഓവറിൽ ഫോം ചെയ്യുകയും ചെയ്യും. കൂടാതെ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെയും അതേപോലെ തന്നെ മെയിൽ സെക്സ് ഹോർമോൺസ് കൂടുന്നതിന്റെ അഥവാ ഹൈപ്പർ ആൻഡ്രോജനിസത്തിന്റെ ഫീച്ചേഴ്സും കൂടെ ബോഡി കാണിച്ചു. ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ഹൈപ്പർ ആൻഡ്രോജനിസത്തിന്റെ ഫീച്ചേഴ്സിനെ നമ്മൾ ഹെർസ്യൂട്ടിസം എന്നാണ് പറയുന്നത്. മെയിൽസിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ഫേസിലും ചിന്നിലും ചെസ്റ്റിലും അബ്ഡോമിനിലും ഒക്കെ എക്സസ് ആയിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. PCOSനെ റോട്ടർഡാം ക്രൈറ്റീരിയയിലെ 3 ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇറഗുലർ ഓർ ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ. സെക്കൻഡ് വൺ ഹൈപ്പർ ആൻഡ്രോജനിസം. ബ്ലഡ് ടെസ്റ്റിൽ മെയിൽ സെക്സ് ഹോർമോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടി നിൽക്കുകയോ ക്ലിനിക്കലായിട്ട് ഹൈപ്പർ ആൻഡ്രോജനിസത്തിന്റെ സിംറ്റംസ് കാണിക്കുകയോ ചെയ്യുക. തേർഡ് വൺ പോളിസിസ്റ്റിക് ഓവറീസ്. അൾട്രാസൗണ്ട് സ്കാനിൽ 12 അതിലധികമോ സിസ്റ്റുകൾ ഓവറിയിൽ കാണുക. ഈ പറഞ്ഞ 3 2 നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ ഹാവിംഗ് PCOS. PCOSന്റെ ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് എടുത്തില്ലെങ്കിൽ ഡയബറ്റിസ്, ഹൈപ്പർടെൻഷൻ മുതൽ എൻഡോമെട്രിയൽ ക്യാൻസർ വരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്യൂരിയസ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.